ഈ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചെന്ന് പെട്ടത്? ഒരു 6 മാസത്തിന് മുന്നെയാണ് ഫ്രണ്ട്സ് എല്ലാവരുടെ കൂടെയും ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ഞാനും ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. ആരും നിർബന്ധിച്ചതോ അങ്ങനെയൊന്നുമല്ല, കണ്ടു ഒരു കൗതുകം തോന്നി ഉപയോഗിച്ചു. പക്ഷെ അത് പല വേദികളിലും ആയപ്പോഴത്തേക്കും അങ്ങ് ശീലമായി. ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് തയ്യാറായി വന്നിരിക്കുകയാണ് താങ്കൾ. അത് ഞാൻ അച്ഛന് കൊടുത്തിട്ടുള്ള വാക്കാണ്. ഇനി എൻ്റെ ജീവിതം കൊണ്ട് ഇനി ഒരു ലഹരിക്കും ഞാൻ ഇനി അടിമപ്പെടില്ല എന്നുള്ളത് അച്ഛന് കൊടുത്തിട്ടുള്ള വാക്കാണ്. ആ വാക്ക് പാലിക്കാൻ കഴിയട്ടെ. കാരണം താങ്കളും ഇന്നത്തെ ഈ പറയുന്ന ഈ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കൊരു മാതൃകയാണ്. കാരണം ഇങ്ങനൊരു തെറ്റുപറ്റി, ആ തെറ്റ് തൻ്റെ തെറ്റാണെന്ന് സമ്മതിച്ച് അതിൽ നിന്ന് മോചിതനാകുമെന്ന് പ്രഖ്യാപിച്ചു രംഗത്ത് വരിക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അത് വളരെ ശരിയാണ്. എനിക്ക് വന്ന തെറ്റ് എന്താണെന്ന് തിരുത്താൻ തയ്യാറാണ്. ഇതുപോലെ 100 കണക്കിന് ആൾക്കാരുണ്ട്, 100 കണക്കിന് വിദ്യാർത്ഥികളും കൊച്ചു പയ്യന്മാരും ഉണ്ട്. അവരും രംഗത്ത് വന്ന് ഇത് മാറ്റിയെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വെളിപ്പെടുത്തലിൻ്റെ ആശ്ചര്യത്തിലാണ് മലയാളികൾ. ഒരു പിതാവ് പറയുകയാണ്, എൻ്റെ മകനെ ലഹരി കേസിൽ പിടിച്ചു, അവൻ ചെയ്തത് തെറ്റാണ്, ആ തെറ്റ് തുറന്ന് സമ്മതിക്കുക തന്നെ വേണം. NDA സംസ്ഥാന ഉപാധ്യക്ഷനും VSDP നേതാവുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് ഫേസ്ബുക്കിലൂടെ ഇത്തരമൊരു തുറന്നു പറച്ചിൽ നടത്തിയത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തുറന്നു പറച്ചിലിന് താങ്കൾ തയ്യാറായത് എന്നുള്ളതാണ് മലയാളികൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം. കേരളം പൊതുവെ ലഹരിക്ക് അടിമയായി വന്നിരിക്കുകയാണ്. അതിൽ ഒരു കണ്ണിയായി എൻ്റെ മകനും പെട്ടു. എൻ്റെ മകന് വയസ്സ് 27ആയി. സ്വാഭാവികമായിട്ട് അവൻ്റെ ഒരുപാട് കൂട്ടുകാരുകളും ഒക്കെ ഇതിൽ പെട്ടു. അതെൻ്റെ മകൻ പെടുത്തിയതാണോ അവർ പെടുത്തിയതാണോ എന്നും ഞാനിപ്പോൾ പറയുന്നില്ല. സ്വാഭാവികമായിട്ട് തെറ്റായി തന്നെ കാണണം. കാരണം എൻ്റെ മോന് ഇന്ന് രാവിലെ എന്നോട് 2 മണിക്കൂർ കാര്യങ്ങൾ സംസാരിച്ചു. ഇത് ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ ചോദിച്ചു. 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ തീരാത്ത ആളുകളുടെ പേരുകൾ അവൻ പറഞ്ഞു. എനിക്കറിയാവുന്ന പല ആളുകളുടെയും മക്കളും ഒക്കെ ഉണ്ട്. ഇത് കൈമാറ്റം ചെയ്യുന്ന ആളുകളെക്കുറിച്ചും ഒക്കെ എനിക്ക് വിവരം തന്നു. ഞാൻ ആ തെറ്റ് ചെയ്യില്ലെന്ന് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ആ തെറ്റ് ചെയ്തില്ലെങ്കിൽ തിരുത്തിയാൽ നിൻ്റെ കൂട്ടുകാരായിട്ടുള്ളവരെയൊക്കെ വിളിച്ച് ഞാൻ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോഴാ പൂവാർ പോലീസ് ഈ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു വർഷമോ 2 വർഷമോ നീണ്ടെങ്കിൽ ഒരുപക്ഷേ എനിക്ക് എൻ്റെ മകൻ നഷ്ടപ്പെടുന്നത് പോലെ ഒരുപാട് രക്ഷകർത്താക്കൾക്ക് മക്കൾ നഷ്ടപ്പെടുമായിരുന്നു. ഇത് തുടക്കത്തിലായതുകൊണ്ട് അത് എന്നെപ്പോലുള്ള രക്ഷകർത്താക്കൾ എല്ലാവരും അവരവരുടെ മക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മകൻ തിരുത്താമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ കളയുന്നില്ല. ഞാൻ എൻ്റെ കൂട്ടത്ത് കൊണ്ട് ഇന്ന് രാവിലെ മുതൽ മകൻ എൻ്റെ കൂട്ടത്തുണ്ട്. എൻ്റെ ശ്രദ്ധക്കുറവും അതിലുണ്ടായിരിക്കും. ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഓടി നടന്നിട്ട് വൈകുന്നേരം 4-5 മണിക്കൂർ വന്ന് കിടന്ന് ഉറങ്ങുന്നു. ഇതിൽ മകൻ്റെ മുഖത്തിലെ ഒരു വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ അത് ഞാൻ സമ്മതിക്കുന്നു. ഒപ്പം എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ എല്ലാ രക്ഷകർത്താക്കളും, ഞാൻ വർഷങ്ങൾ കൊണ്ട് വയസ്സ് 62 ലഹരിക്കെതിരെ വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ പോലും ഇത് സംഭവിക്കുമ്പോൾ മറ്റുള്ളവരും കരുതലോടെ സൂക്ഷിക്കണമെന്നുള്ള അറിവിലേക്കാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പങ്കുവയ്ക്കാൻ കാരണം. തിരുവനന്തപുരത്ത് ഏറ്റവും സ്വാധീനശക്തിയുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് താങ്കൾ. അപ്പോൾ താങ്കൾക്ക് ഈ കേസ് വേണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു രക്ഷിതാവ് ചിന്തിക്കുന്നത് പോലെ ഇത്തരം കേസിൽ എൻ്റെ മകൻ്റെ പേര് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനും ഈ കേസ് തേച്ചു മായ്ച്ച് കളയാനും ഒക്കെ ഇടപെടലുകൾ നടത്താം വേണമെങ്കിൽ അതിനുള്ള ശേഷിയുള്ള നേതാവാണ് താങ്കൾ. പക്ഷേ അപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഈ മകൻ ചെയ്ത തെറ്റിനെ മറച്ചു പിടിക്കുകയല്ല ചെയ്തത്. അത് മറ്റ് രാഷ്ട്രീയ നേതാക്കളും മാതൃകയാക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ മറ്റു ആൾക്കാരും? അല്ല, ഞാൻ പറയുന്നതേ, മകൻ തെറ്റ് ചെയ്താലും മറ്റൊരു രക്ഷകർത്താവിൻ്റെ മകനായാലും എല്ലാം മകൻ തന്നെയാണ്. ഈ പൂവാർ പോലീസ്, എനിക്കറിയില്ല പോലീസ്, എനിക്ക് അവരെ കണ്ട് നന്ദി പറയണം. ഇപ്പോൾ എൻ്റെ മകനെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് അങ്ങ് വിട്ടിരുന്നെങ്കിൽ ഇത് പുറം ലോകം അറിയില്ലായിരുന്നു. ഞാനേ അറിഞ്ഞില്ല അവർ ജാമ്യം അവിടെ വച്ച് വിട്ട കാര്യം ഞാൻ അറിയുന്നില്ല. പക്ഷേ അതിനുശേഷം ചാനലുകളെല്ലാം ഇതൊരു വലിയ വാർത്ത, വിഷ്ണുപുരം ചന്ദ്രച്ച് വാർത്ത, പിന്നെ എല്ലാം VSDP ചെയർമാൻ ആണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളൊരു വാർത്ത എന്നല്ല. അപ്പോൾ പലരും വിളിച്ച സമയത്ത് ഈ കൂട്ടുകാരുടെ കാര്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ഞാൻ നടത്തി. അന്വേഷിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകെട്ടുകൾ നല്ലതല്ല. എൻ്റെ മകൻ്റെ കൂട്ടുകാർ അവനെ തെറ്റിച്ചെന്ന് ഞാൻ പറയില്ല. എൻ്റെ മകനും അവൻ്റെ കൂട്ടുകാരെ തെറ്റിച്ചിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പോലീസ് ചെയ്ത ഒരു നന്മ ഞാൻ അവരെ പ്രത്യേകം സന്തോഷത്തോടെ കാണുന്നു. ആ പോലീസ് ഓഫീസർ ആദ്യത്തൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ വിളിച്ച് ഞാൻ നന്ദി പറയും. കാരണം എൻ്റെ മോനെ ഇപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്തത്, എൻ്റെ മോൻ 27 വയസ്സുള്ളവൻ ഇനിയും ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി പോലീസ്. അവൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൽ എന്നെ മോശപ്പെടുത്താനാക്കാൻ കഴിയില്ല. എൻ്റെ പൊതുജീവിതം വയസ്സ് 62ആണ്.
വിഷൂരൻ ചന്ദ്രശേഖരൻ ലഹരിക്കെതിരെ ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് തന്നെ. പിന്നെ മകനാണ് തെറ്റ് ചെയ്താൽ അത് തെറ്റാണ്, ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണമെന്നുള്ള അഭിപ്രായം തന്നെ. ഒരു ചാലനിലെ ഞാൻ വിളിച്ചിട്ടില്ല, ഒരു പോലീസിലെ നല്ല ഓഫീസറുമായിട്ട് നല്ല സ്നേഹബന്ധമുണ്ട്, ബന്ധപ്പെട്ടിട്ടില്ല. ഈ നിമിഷം വരെ പൂവാറുള്ള പോലീസ് ആരാണ് അറസ്റ്റ് ചെയ്തതെന്ന് അന്വേഷിച്ചിട്ടില്ല. ഇനി ഞാൻ അന്വേഷിക്കുന്നത് അവർക്ക് വിളിച്ചൊരു നന്ദി പറയാൻ വേണ്ടി ഞാൻ അന്വേഷിക്കും. നാട്ടിലെ നിയമ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ലഹരി എന്ന വിപത്തിനെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിന് ഒരു മാതൃകയാണ്, ഒരു പിതാവാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ രക്ഷകർത്താക്കളും പിന്തുടരേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ